ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു പൊമ്മിയപ്പ വ്ളോഗ്സ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അറിയുന്നില്ല ഇന്ന് ഞങ്ങളെ ഒരു ഡേ ആണ്. ബിക്കോസ് ഇന്ന് നമുക്കൊരു സർപ്രൈസ് കിട്ടിയ ഒരു ഡേ ആണ്. അപ്പോൾ ഈ സർപ്രൈസിൻ്റെ കാര്യം അപ്പനെ അറിഞ്ഞിട്ടുണ്ടായി, പക്ഷെ എനിക്ക് അറിയുന്നുണ്ടായിട്ട. പക്ഷേ ഇടയിലും ഒരു ഡൗട്ടുണ്ടായി, എന്താ എൻ്റെ ഫാമിലി എനിക്കൊരു മോം ടോബി ആക്കുമെന്ന് വെച്ചിട്ട് ഒരു ഡൗട്ടുണ്ടായി. അങ്ങനെ നമ്മൾ പോയത് ഒരു കഫേക്ക്, നൈറ്റ് എന്തെങ്കിലും ചെറുതായിട്ട് ഫുഡാക്കാമെന്ന് വെച്ചിട്ട് കഫേക്ക് പോയത്. പോകുമ്പോൾ തന്നെ 2 മണി നൈറ്റ് ആയിട്ടുണ്ടായി. അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ ഫുള്ള് മോം ടു ബി ഡാഡ് ടു ബിയും പറഞ്ഞിട്ട് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസായി. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ചെറിയ ചെറിയ എഫേർട്സും നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം. നമുക്ക് ആ വാല്യൂ തരുമ്പോൾ അത് എക്സ്പ്ലെയിൻ ആക്കിയിട്ട് ചെല്ലേണ്ടതെന്ന് അറിയുന്നില്ല, പക്ഷെ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് പ്ലാൻ ആക്കിയിട്ടുണ്ടായി ഇങ്ങനെ മോം ടു ബി ആക്കാമെന്ന്. അപ്പോൾ ഓരോ ഇടയ്ക്ക് ഇങ്ങനെ സർപ്രൈസിൻ്റെ കാര്യങ്ങളെല്ലാം ഓരോ വായിന്ന് തന്നെ അറിയാതെ ഇങ്ങനെ വരുന്നുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും അറിഞ്ഞിട്ട് സർപ്രൈസ് ആക്കിയത്. ബട്ട് ഓർക്കന്നെ സർപ്രൈസ് ആയി. ഓർക്കറിയല്ല ഈ നൈറ്റ് എനിക്കിങ്ങനെ കഫേക്ക് കൊണ്ടുപോയിട്ട് സർപ്രൈസ് ആക്കും അങ്ങനെയൊന്നും അറിയില്ല. അപ്പനെ അറിയും. അപ്പനെ മെയിനായിട്ട് ഫസ്റ്റ് പ്ലാൻ ആക്കിയത്. പിന്നെ എൻ്റെ ബ്രദേഴ്സ് ഏറ്റെടുത്തിട്ട് അതങ്ങക്ക് ചെയ്തിട്ട് തന്നത്. ബിക്കോസ് അതങ്ങക്ക് ഒരു വിഷയമായിട്ടുണ്ടായി, എന്ത് ഞങ്ങൾക്ക് മോം ടു ബി ആക്കണം അങ്ങനെയല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും ഇപ്പം അപ്പൻ്റെ പേരിലായെങ്കിൽ അപ്പനെ ചെലുത്തി ഞങ്ങൾക്കൊരു ചെറിയ രീതിയിൽ മോം ടു ബി ആക്കിയിട്ടുണ്ടായി. അന്നും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. ഈ വീഡിയോ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയും ആണ്, എമോഷണലും ആണ്, എന്തെന്നറിയില്ല. അപ്പോൾ നമുക്ക് വേണ്ടി എടുക്കുന്ന അതിന് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് ആരായിട്ടും നമുക്ക് എടുക്കുന്ന ചെറിയ ചെറിയ എഫേർട്സും നമുക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിലെല്ലാം നമുക്കാക്കുന്ന ചെറിയ കാര്യം അത് നല്ലതായെങ്കും നെഗറ്റീവ് ആയെങ്കും അത് നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കാല. അത് എന്തായെങ്കും എനിക്ക് നല്ലോണം അറിഞ്ഞിന്, അത് നമ്മൾ ഒരിക്കലും മറക്കാല. പിന്നെ എല്ലാവരും പറയുന്നത് ആഫ്റ്റർ ഡെലിവറിയും അങ്ങനെ, ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ ട്രീറ്റ് ആക്കുന്ന രീതിയും നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കലാണ്. അപ്പോൾ ഈ ഒരു ഡേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായി. ബിക്കോസ് എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ ചെറിയ 2 ബ്രദേഴ്സാണ് എനിക്ക് ഈ ഒരു കാര്യം സർപ്രൈസ് ആക്കിയത്. അപ്പോൾ അവിടെ ഇങ്ങനെ കാണുമ്പോൾ സർപ്രൈസായിട്ട് ഇമോഷണലായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ഉണ്ടായത്. പക്ഷെ വീഡിയോ എല്ലാം നോക്കുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലാകുന്ന ഒരു ടൈപ്പായി. പിന്നെ ഉമ്മക്കും നല്ല ആഗ്രഹം ഉണ്ടായി ഇങ്ങനെ മോം ടു ബി ആക്കണം എന്തെല്ലാം. ഉമ്മ കേക്ക് കട്ടാക്കുന്ന ഒരു പ്ലാനെല്ലാം ഉണ്ടായി. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ ഫാമിലിക്കും, ഇപ്പം ഞങ്ങളെല്ലാവർക്കും സർപ്രൈസായി. ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് ആയെങ്കിൽ അവർ വേറെ തന്നെ പ്ലാൻ ആക്കിയിട്ടുണ്ടായത് ഒന്നിച്ചെന്നെ ആക്കാമെന്ന്. പക്ഷേ എൻ്റെ 2 ബ്രദേഴ്സും കൂടിയിട്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്ന പോലെയായി. അപ്പോൾ ഈ ഫെബ്രുവരി 22 എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. അപ്പോൾ അവൾക്കും ഒരു കേക്കെല്ലാം സർപ്രൈസ് ആക്കിയിട്ട് കൊടുത്തു. അത് കുറച്ച് ഇമോഷണലായിട്ട് കരിഞ്ഞ്. പിന്നെ ഹോൾ ഫാമിലി ഒന്നിച്ചിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ആക്കുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മളുടെ അവിടെ ഒരു മെയിൻ ക്യാരക്ടർ ആകുമ്പോൾ നമുക്ക് അതിനും കാട്ടി ഭയങ്കര ഹാപ്പി. അങ്ങനെ പിന്നെ ഇത് കുറേ ആൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നാട്ടിലേക്ക് വന്നാൽ അവിടെ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ആക്കിയതെന്ന്. അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ എല്ലാവരും കൂടി അവിടേക്ക് പോയത്. അവിടേക്ക് പോകുമ്പോൾ അവിടെ എൻ്റെ അനിയന്മാരും കൂടിയുണ്ട്. ഇത് പ്ലേസ് ട്രിവാൻഡ്രമാണ്. അപ്പോൾ അവിടെ എൻ്റെ അനിയന്മാരും ഉണ്ട്, പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ഉണ്ട്, ഇപ്പം എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ മീറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയത്. അതും ഓരോ സർപ്രൈസ് ആക്കാൻ വെച്ചിട്ട് പോയത്. പക്ഷെ ആ പ്ലാനെല്ലാം പൊട്ടിയിട്ട് എന്തോ നടന്നിട്ട.
അങ്ങനെ നമ്മൾ പോയിട്ട് അവിടെ റൂം സെപ്പറേറ്റ് എടുത്തിട്ട് സ്റ്റേ എല്ലാം ആക്കിയിട്ട് ഒരു 2 days ഉണ്ടായി. അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് ടൈം സ്പെൻഡ് ആക്കിയിട്ട് റിട്ടേൺ നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ നാട്ടിലുള്ളത്, ഇപ്പോൾ അവർ അവിടെ ഉള്ളത്. അപ്പോൾ അവരെ എന്തോരം മിസ്സാണ്, നല്ലോണം മിസ്സാണ്. പിന്നെ പോയിട്ടും അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ആക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഓരോന്നിച്ചിട്ട് എല്ലാവരും ഡ്യൂട്ടിയും കാര്യങ്ങളായിട്ട് ഫുള്ള് തിരക്കിലും അങ്ങനെ ഉണ്ടായി. പിന്നെ ഒരാൾ ലീവ് എടുക്കുമ്പോൾ പിറ്റേ ദിവസം പിന്നെ ഒരാൾ ലീവ് എടുക്കും. അങ്ങനെ പിന്നെ അപ്പന് സമാധാനം ഉണ്ടായിട്ട, നേരെ ടൈം കിട്ടിയിട്ടില്ല അങ്ങനെയല്ലോ പറഞ്ഞിട്ട്. പക്ഷെ അൽഹംദുലില്ലാ രാത്രി പോയിട്ട് വന്ന് ഇപ്പം ഞാൻ അപ്പൻ്റെ പുരയിലാണുള്ളത്. പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. അപ്പോൾ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും അവൾക്കും സർപ്രൈസ് ആയിട്ടുണ്ടായി. ബർത്ത്ഡേ കഴിഞ്ഞ് February 22 ബർത്ത്ഡേ കഴിഞ്ഞത്. അങ്ങനെ പിന്നെ ബ്രദേഴ്സിൻ്റെ വകയിൽ ഓൾക്കൊരു കേക്ക് കട്ടിങ് സർപ്രൈസ് ആയിട്ടുണ്ടായി. അപ്പോൾ ഓള് കുറച്ച് എമോഷണലായി. പിന്നെ എല്ലാവരും ഹാപ്പിയായി. പിന്നെ നമുക്ക് ട്രെയിനിൽ വരുന്നു പോകുന്നതാണ് വലിയ ടാസ്ക് ഉണ്ടായത്. ബിക്കോസ് നേരെ ഉറക്ക് വരുന്നില്ല. പിന്നെ ഒരു കംഫർട്ടിൽ നമ്മൾ സ്ലീപ്പർ ഇതാക്കിയിട്ട് തന്നെ വന്നതല്ല. പക്ഷെ അന്നെങ്കിൽ ഒരു കംഫർട്ട് ഉണ്ടായിട്ട്. ലോങ് അല്ലേ. ഇപ്പോൾ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രം ലാസ്റ്റ് സ്റ്റോപ്പ്, കാസർഗോഡ് ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ മാംഗ്ലൂർ ടു ട്രിവാൻഡ്രമാണ് പോയത്. വരുമ്പോഴേക്ക് ട്രിവാൻഡ്രം ടു കാസർഗോഡ് അങ്ങനെയാണ് വന്നത്. പിന്നെ അങ്ങനത്തെല്ലാണ് ഈ ഒരു വ്ളോഗിൻ്റെ വിശേഷം. അപ്പോൾ പിന്നെ എൻ്റെ വയറ്റിൻ്റെ അവിടെ വന്നിട്ട് ബേബിൻ്റെ ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടെല്ലാം ഉണ്ടായി. ഭയങ്കര ഹാപ്പിയാണ് അത് കാണുമ്പോഴെല്ലാം. ലോങ് ആകുമ്പോൾ നമുക്കതെല്ലാം മിസ്സാണ്. നമ്മൾ അവരൊന്നിച്ചിരിക്കുമ്പോൾ തന്നെ അവർ നമ്മളെ കെയർ ആക്കുമ്പോൾ ഇതാക്കുമ്പോഴെല്ലാം നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര കംഫർട്ടും അവരൊന്നിച്ചിട്ടുള്ള കംഫർട്ട് പിന്നെ ആരുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നില്ല. അത് ഇപ്പോൾ വന്നിട്ടായെങ്കിൽ നമുക്ക് ഭയങ്കര അപ്പനെ മിസ്സാണ്, നല്ലോണം മിസ്സാണ്. പിന്നെ അവിടെ സെലിബ്രേഷനെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ച് അപ്പോൾ നമുക്കെല്ലാം ഭയങ്കര ഹാപ്പിയായി. കാരണം ഇങ്ങനെ ടൈം കിട്ടാലേ ഇല്ല. നാട്ടിലായെങ്കിൽ എല്ലാവരും ഒന്നിച്ചിട്ട് ചിലപ്പോൾ ഇരിക്കാലില്ല. പിന്നെ നമ്മളെ ബ്രദറിനെങ്കിൽ നമുക്ക് നല്ലോണം മിസ്സായി. ഞാനിപ്പോൾ ദുബൈയിലുള്ളത്. അപ്പോൾ ഇച്ചാൻ്റെ ഫാമിലിനെയും അടുക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഓറയും നമുക്ക് നല്ലോണം മിസ്സായി. അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയൊരു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.